1000 ആശംസകൾ. ആശാൻ ഇങ്ങനെ മുക്കുന്നൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളെ GT സീസണിലെ 2ാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടായിരിക്കും, പോയി കാണുക. അതെ, ഇപ്പോൾ കാണിക്കാൻ പോണ വേറൊരു മോൺസ്റ്ററിനെയാണ്, മോൺസ്റ്റർ ഹോക്സ്. വെൽക്കം ടു റീഫ് മോൺസ്റ്റേഴ്സ്. അതെ, അപ്പോൾ നമ്മളിത് GTക്ക് വന്നിരിക്കുകയാണ്. ബാക്കി ഇത് തീർച്ചയായിട്ടും പറയും കേട്ടോ. GT ഇന്നത്തെ 2ാമത്തെ ദിവസമാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പറന്ന് വന്നിരിക്കുകയാണ് മോർച്ചേന്ന് ഇവിടെ. മോൺസ്റ്റേഴ്സ് ഞങ്ങളാണ് റീഫ് മോൺസ്റ്റേഴ്സിന്റെ കൂടെ ഇന്ന് മോൺസ്റ്റർ ഗ്രൂപ്പ്. ഓക്കെ, എല്ലാവരും മോൺസ്റ്ററാണ്. എല്ലാവരും മോൺസ്റ്റർ. ഒരു മോൺസ്റ്റർ കിട്ടിയാൽ മതി. അതെ, തീർച്ചയായിട്ടും നമ്മളെന്തായാലും ഒരു മോൺസ്റ്ററിനെ പിടിച്ചിരിക്കും. വെയിറ്റിങ്ങിലാണ്. അപ്പോൾ 2ാമത്തെ ദിവസമാണ് കേട്ടോ. നമുക്ക് ആദ്യത്തെ ദിവസം കിട്ടിയതൊരു 10 കിലോയ്ക്കോ അല്ലെങ്കിൽ 10 കിലോയ്ക്ക് കുറച്ച് കൂടുതലുണ്ടെങ്കിൽ തൂക്കി നോക്കിയില്ല. എന്തായാലും ആ വീഡിയോ എന്തായാലും നിങ്ങളൊന്ന് കണ്ടിട്ടോ കേട്ടോ. എന്തായാലും നമുക്കത് ഇന്ന് എന്തെങ്കിലും കിട്ടുമോ നോക്കാം. വെയിറ്റിങ്ങിലാണ്. ആ ഒരു ഇൻസ്പിറേഷനിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഒരു ആക്ടിവിറ്റി കണ്ടെത്തും. ഒരു മീൻ വന്ന് വെട്ടിയിട്ടുണ്ട്, പക്ഷേ കറക്റ്റ് ടൈഡാകുമ്പോൾ അവൻ കുറച്ച് നമ്മൾ അടുത്ത് കൊടുത്ത് വരും. അതാണ് GT പിടുത്തം. നമ്മൾ അവന് വേണ്ടി വെയിറ്റ് ചെയ്യുക. മീനെ ആയിട്ടില്ല കേട്ടോ. മീനെ 1-2 അവിടെ ഇവിടെയൊക്കെ ഒന്ന് വെട്ടുന്നുണ്ട്, അതായത് ആക്ടിവിറ്റി കാണിക്കുന്നുണ്ട്. പക്ഷേ കരയിലോട്ട് വരുന്നില്ല. ടൈഡ് കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ്. പിന്നെ അടുത്തോട്ട് വരാനുള്ളൊരു സെറ്റപ്പ് ഇല്ല ഇവിടെ. വരുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഞങ്ങൾ വെയിറ്റ് ചെയ്യും. വന്നാൽ അവനെ നമ്മൾ പൊക്കിയിട്ടേ പോകത്തുള്ളൂ കേട്ടോ. അതാണ് നമ്മുടെ തേജ് ചാനൽ നിങ്ങളെല്ലാവരും കയറി കാണുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ കണ്ടിട്ടുള്ളത് ഈ അത്യാവശ്യം നല്ലൊരു ചാനലാണ്. ഫിഷിങ്ങും പിന്നെ നല്ല നല്ല കുക്കിംഗ് ഒക്കെ ആയിട്ട് പോകുന്ന അടിപൊളി ചാനലാണ് കേട്ടോ. എന്തായാലും നിങ്ങൾ കയറി സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമുക്ക് മീൻ അടിച്ചിരിക്കുന്നത് GT ബുള്ളറ്റിലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും GT ബുള്ളറ്റ് ആവശ്യമുണ്ടെങ്കിൽ താഴെ ഞാൻ നമ്പർ കൊടുത്തേക്കാം. അതാണ് പൊളി. ചേട്ടാ ഒരു ഗ്യാപ്പ് വരോടി. അവസാനം ഒരു ഗ്യാപ്പ് വരും. അവസാനം ആ ഓക്കെ. സാധനം ജിമ്പലില്ലാത്ത കാരണം അതിൽ കിടന്ന് ആ സ്പ്ലിറ്ററിങ് അങ്ങോട്ട് പോവല്ലേ. എല്ലാവരും തളർന്നിരിക്കുവായിരുന്നു കേട്ടോ. ഞാൻ ചിലവരോട് കുറേ പറയാം. നമുക്കൊരു മീൻ അടിച്ചിട്ടുണ്ട്. GT ബുള്ളറ്റിലാണ്. പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിനകത്തെ സ്നാപ്പിടുന്ന സ്പ്ലിറ്ററിങ് ചെറുതാണ്. വലിയ മീനല്ലെന്ന് തോന്നുന്നു. വലിയ സൈസുള്ള മീനല്ലെന്ന് തോന്നുന്നു. മാറിക്കണം. അവിടെ മൊത്തം റീഫാണ്. അവിടെ ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും കൂടെ പോകുന്നില്ല. മുന്നോ പാകുട്ടി ആ ലിക്വിഡ് എടുത്തിട്ട് വരൂ. വേണമെങ്കിൽ എടുത്തിട്ടുണ്ടോ? കല്ലിക്കൂടെ ഓടുക. കല്ലിക്കൂടെ ഓടുക. പ്രതീക്ഷയില്ല.
അത് ഇങ്ങോട്ട് പോകണമെന്ന് വെച്ചാൽ 100-130 മീറ്റർ ഞാൻ വിട്ടു. 100 മീറ്റർ ആ സ്റ്റിച്ചിങ് കൂടെ ഓക്കെയാണ് നമുക്ക് വലിച്ചു കര കാണുമ്പോൾ ഓട്ടോ വരും. ആ മണ്ണിൽ തട്ടുമ്പോഴത്തേക്ക് തിരിച്ചു കൊടുത്തതാണ് അത്. ആദ്യം വെച്ച് ടെൻഷൻ അടിച്ചത് പിടിക്കുന്നത് സാധാരണ കൂളായിട്ടാണ് പിടിക്കാറുള്ളത്. കാഴ്ചക്കാരൊക്കെ ഒരുപാട് പേരുണ്ടെന്ന്. ഇത് അല്ല ഞെരി കിടക്കുന്ന ഞാൻ മേടിച്ചിട്ടാണെങ്കിൽ എനിക്ക് ധൈര്യം വന്നേനെ. അത് നല്ല സ്പ്ലിറ്റ് ആണ്. പക്ഷെ സ്നാപ്പ് ഇട്ടിരിക്കുന്ന സ്പ്ലിറ്റ് ഉണ്ടല്ലോ. മീൻ മേടിച്ചിട്ടതാ അവിടെ കാണുകൊണ്ട് കേറ്റാം. എനിക്ക് വരുമോ അത്? ആ കുട്ടി ഇറങ്ങല്ലേ. ആ തരാവുന്നുണ്ടോ? അപ്പുറത്തെ തരല്ലേ? ഓളം കിട്ടും. ആ തരാണ്ട മീനെ കാണാൻ പറ്റത്തില്ല. മീൻ ഓടുമ്പോൾ ഉള്ള ഓളം ഉണ്ടല്ലോ. പക്ഷെ അവിടെ പോയി വലിച്ചു കയറ്റി അങ്ങനെ ഉണ്ടാവും. അറിയാതെ വയ്യ അവിടെ പോയി വലിച്ച നീങ്ങി മാറൂടാ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വീണ്ടും അങ്ങോട്ട് കല്ലിച്ച് നിൽക്കുന്നു. എനിക്ക് അവിടെ കല്ല് കുഴപ്പമില്ല വലിയ. കരയിലോട്ട് അഴിഞ്ഞടി അവനത് അങ്ങോട്ട് പോവുകയാണ്. അതുകൊണ്ട് കുറച്ച് അങ്ങോട്ട് പോവാന്ന് വെച്ചു. ആ വൈക്കോണത് അതാണ് അടുത്തേക്ക് വല്ലതും വന്നോ? എവിടെ കയറ്റണം? ഇവിടെ ഉണ്ടോ? അവിടെ കയറ്റണം. പയ്യ കല്ലളകും കല്ലളകും കല്ലളകും. ഇല്ല പോന്നു 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 പോന്നു. മോനെ ഇളക്കം ഒത്തിരി കഴിയുമ്പോൾ അവിടെ ചെന്നിരിക്കുന്നു. മണ്ണിയോ ഇളക്കി കൊള്ളാൻ മോനെ വെറുതെ കൈ കാലങ്ങളെന്ന് നീ അവിടെ ഇറങ്ങി. വേട്ടാ വേട്ടാ ഇന്ന് വാ. അങ്ങോട്ട് മാറിയത് അങ്ങോട്ടാ പോക്കാൻ പാടാതില്ല. നീ മണ്ണി കൊണ്ട് നീ ഇറങ്ങി വിട്ടൂടാ. വെറുതെ കാലം കൈ കളയല്ലേ നീ. കൊണ്ടുപോടാ മോനെ കൊണ്ടുപോ കൊണ്ടുപോ.
ആ കല്ല് ആ കല്ല്. അങ്ങോട്ട് പോകുന്ന അങ്ങോട്ട് പോട്ടെ. അവിടെ പോകണം അവനെ മണ്ണല്ലടാ. കുഴപ്പമില്ല, എവിടെയെങ്കിലും കിടക്കണം. എന്നാലും കുഴപ്പമില്ല. കയ്യും കാലെല്ലാം മുറി, അതുകൊണ്ടാണ്. കുഴപ്പമില്ല. പുറത്തില്ലേ ഓടണോ വീണ്ടും? പുറത്തില്ല പുറത്ത് എടാ പുറത്തില്ലേ? അങ്ങോട്ട് പാലിഞ്ഞ് അവിടെ ദേവനല്ലേ ദേവനല്ലേ ദേവന്നെ ദേവന്നെ എത്തി എത്തി. നടത്തിച്ച് കൊല്ലുന്നുള്ളൂ. ഈ കല്ല് മോശമാണേ. ആ കല്ല് ആ കല്ല്. ആ കല്ല് ഇളക്കാണേ, ആ കല്ല് ഇളക്കാണേ. തരാ 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 തരാ. മേലിക്കറി വേണം, ഇങ്ങോട്ട് വേണം. രാത്രാമീന് അതിപ്പോഴാണ് കണ്ട. എടേ നോക്കി നോക്കി നോക്കി. പയ്യെ പയ്യെ നോക്കി മതി. തേച്ചേട്ടാ പുള്ളിനെ പിടിച്ചേ. തേച്ചേട്ടാ നിക്ക പിടിച്ച പിടിച്ച പിടിച്ച. പോയി കണ്ണാടി പോയി കണ്ണാടി പോയി. കണ്ണാടി പോയാ നോക്ക്. കണ്ണാടി നോക്കണേ, മീനാണ് കിടക്കട്ടെ. അല്ല കണ്ണാടി നോക്കണേ. കണ്ണാടി ഉണ്ടോ അവിടെ? കണ്ണാടി പോണ്ടേ? കണ്ണാടി തൊപ്പി കിട്ടിയാ? കണ്ണാടി പോയി. കണ്ണാടി പോയി. ഞാൻ എപ്പോഴേ പറയാം കണ്ണാടി വാങ്ങി വെച്ച് പോയി. എവിടെ ഇടിച്ചാ? ഭയങ്കര ഇതെന്ന് പറഞ്ഞേ ആളിനെന്തെങ്കിലും അങ്ങനെ പറയല്ലേ. ചിലപ്പോൾ തലയെ കൊന്നോടും തട്ട്. പേരിട്ട് കൊടുത്തിരിക്കുന്നത് അടിക്കുന്നുണ്ടാ. അങ്ങോട്ട് പോകുമ്പോൾ അവിടെ കൊണ്ട് ചേട്ടി എടുത്തു. നമുക്കതെ GT ബുള്ളറ്റ് ഇച്ചിരി ടെൻഷൻ അടിച്ച മീനാണ്. കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ബുക്കത് ഇപ്പം തന്നെ നിങ്ങൾ നോക്കി ചെറിയാത്ത ബുക്കത് ഇപ്പം തന്നെ ഒരു വരുവായി കണ്ടോ ബാക്കില്. പിന്നെ അതെ കുഞ്ഞ സ്പ്ലിറ്ററിങ്ങാ. ഇതൊക്കെയായിരുന്നു എനിക്ക് ടെൻഷൻ. എന്തായാലും എന്തേ നമ്മൾ ലാൻഡ് ചെയ്യിച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് നേരം ഒരുപാട് വലിയ ഫൈറ്റൊന്നും ചെയ്തില്ല. പക്ഷെ ഞാനായിട്ട് ഇങ്ങനെ ഓടിച്ചു. രാവിലെ 5:30 അങ്ങോട്ട് വന്നേ. എത്ര മണി? 1 മണിയായി. 15 കിലോ നമ്മുടെ GT ബുള്ളറ്റ്. അതാണ് GT ബുള്ളറ്റ് കണ്ടോ. കേട്ടോ എൻ്റെ മോനെ. നമ്മുടെ മോൺസ്റ്റർ ഹൂക്കിന്റെ ചാനലിലെ ഫസ്റ്റ് മോൺസ്റ്റർ കേട്ടോ. അതും കേരളത്തിലെ നല്ല ചൂണ്ടക്കാരുടെയൊക്കെ ഒരു ഡ്രീം ക്യാച്ച് ആയ. ഇല്ല നിങ്ങൾ ആദ്യമായിട്ടല്ലേ ലൈവായിട്ട് കാണുന്നത്? തീർച്ചയായിട്ടും അതൊരു ഫീലാണ് കേട്ടോ. എത്ര വർഷം കൊണ്ട് പിടിക്കാന്നറിയോ. എന്നാലും നമുക്ക് ഇതിന്റെ ഒരു സുഖം വേറെ തന്നെയാണ്. അടിച്ചിരിക്കുന്നത് GT ബുള്ളറ്റിലാണ് കേട്ടോ. ഇതുണ്ടോ
ഇവിടെ നിന്ന് പലരും ചോദിച്ചു എന്താ ഇങ്ങനെ പതുക്കെ പിടിക്കുന്നത്, എന്താ കണ്ടോ ഈ കിടക്കുന്ന ഹുക്കും സ്പ്ലിറ്ററിങ്ങിൻ്റെ കാര്യം എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഞാൻ ആദ്യം അത് നോക്കിയിട്ടാണ് എറിഞ്ഞ്, കാരണം ഇവൻ അടിക്കുമെന്ന് എനിക്ക് അറിയാമായിരുന്നു, വലിയ വറ്റ അടിക്കുമെന്ന് അറിയായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ചെറിയ വറ്റയ്ക്ക് വേണ്ടിയിട്ടാണ് ഹുക്കാണല്ലോ അല്ലേ. ഇത് അകത്ത് പോയിട്ടോ നമ്മളെ GT ബുള്ളറ്റ് ഒന്നും പറയാനില്ല, വറ്റയെ കൊല്ലുന്ന ഏറ്റവും നല്ലൊരു ആയുധം ഇല്ലേ. നമ്മളിപ്പോൾ എത്ര ഒരുപാട് ലൂറ് പോപ്പർ സിഗ്ബേറ്റ് എല്ലാം വലിച്ചിട്ടുണ്ട്. GT ബുള്ളറ്റിന്റെ ആവശ്യമില്ല, പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ട് ഇതേപ്പം കിട്ടാനായിട്ടില്ല. ചെതറൻ വറ്റ എന്ന് പറയാം അല്ലേ, അടിപൊളിയാണ്. നമ്മളിവിടെ വെച്ച് വൈൻഡപ്പ് ആണ്. എന്തായാലും ഒരു GTയുടെ വീഡിയോ ഉള്ളു, സമയം പോയി, നമുക്ക് അത്യാവശ്യമായിട്ട് പോകേണ്ട ആവശ്യമുണ്ട് കേട്ടോ. നമ്മുടെ ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ തേജുചേട്ടൻ്റെ ചാനൽ നിങ്ങൾ കയറി നോക്കുക കേട്ടോ, മോൺസ്റ്റർ ഹൂക്സ്. അപ്പം പുള്ളിക്കാരനായിട്ട് ഒരു മോൺസ്റ്ററിനെ അവരുടെ ചാനലിലേക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത അടിപൊളി ഒരു വീഡിയോയിൽ കാണാം. പിന്നെ എനിക്ക് എടുത്ത് പറയേണ്ട ഒരാളുണ്ട്, ഇതേക്കുന്നു ജീവൻ പണയം വെച്ചാട്ടോ മീനെടുത്ത, കൈയൊക്കെ മുറിഞ്ഞിട്ടുണ്ട്, കണ്ണാടി പോയി, ഇതങ്ങനെ വീട്ടിൽ റെഡിയാക്കി കൊടുക്കാം. പൊക്കെ ഇനി ഇങ്ങോട്ട് വരണ്ട, ഇറക്കി വിടും. 1000 ആശംസകൾ. ആശാൻ ഇങ്ങനെ മുക്കുന്നേക്കാദ്യമായിട്ടാണ് കാണുന്നത്.